ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തമ്പിക്ക് മുന്നിൽ കടുത്ത തീരുമാനങ്ങളുമായി രാധാമണി അമ്മ എത്തുകയാണ്. എൻ്റെ മോളെ എന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്നും അപ്പോൾ നിങ്ങൾ എന്നെ അന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് കോടതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന കാര്യം പറയും. അപ്പോൾ നിങ്ങൾക്കെതിരെ ഞാൻ മൊഴി കൊടുക്കാൻ പോവുകയാണെന്ന് രാധാമണി അമ്മ തമ്പിയോട് പറയുന്നു. എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നും പറയുന്നു. ഇത് കേട്ട് തമ്പി ഞെട്ടി. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാധാമണി കാണിച്ചത് എന്നോടുള്ള ഔദാര്യമായിട്ട് ഞാൻ കരുതിക്കൊള്ളാം. രാധാമണി ഇത്രയും പെട്ടെന്നൊന്ന് പോകാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ തമ്പി പറയുക രാധാമണിയോട്. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് നിങ്ങളെന്നും ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നും രാധാമണി അമ്മ പറയുക കേട്ടോ തമ്പിയോട്. സത്യങ്ങളൊന്നും പുറത്തു വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളാണ് അച്ഛനെന്ന് പറയാൻ ജാനകിക്ക് വെറുപ്പായതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അപർണയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നതെന്ന കാര്യം രാധാമണിയമ്മ പറയുക. ഇനിയും ഈ സത്യം അറിയാത്തത് നിങ്ങളുടെ മോളും അജയും മാത്രമാണെന്ന കാര്യവും രാധാമണിയമ്മ പറഞ്ഞു. നിങ്ങളുടെ മോള് സ്വൈര്യം കിടത്തിയാൽ ഇനി അമൽ അത് പറയുമെന്നും തമ്പി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കും കേട്ടോ. നിങ്ങളുടെ മോളെ കൊണ്ട് തന്നെ നിങ്ങളുടെ മരണവിധി രാധാമണി വാരസ്യാർ എഴുതിക്കുമെന്നും രാധാമണിയമ്മ ഇയാളോട് പറഞ്ഞു. ഓർത്തു വെച്ചോളാൻ പറഞ്ഞ് നമ്മുടെ രാധാമണിയമ്മ അവിടെ നിന്നൊരു പോക്കങ്ങ് പോയി. തമ്പി വാ പൊളിച്ചിങ്ങനെ നിൽക്കുക. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ആ പോക്ക് നമ്മുടെ രാധാമണിയമ്മ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴേക്കും വാരസ്യാർ അവിടെ നിന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അപർണ ചെന്നിട്ട് വാരസ്യാർ പുറത്തൊക്കെ പോകാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കെന്താ പുറത്ത് പോയാൽ അതിനെനിക്ക് വിലക്കൊന്നും ഇല്ലല്ലോ. ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലാത്ത ഒരാൾ പുറത്തു പോയാൽ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നതിൽ ഇപ്പം എത്ര തെറ്റിരിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയോട് ആരാ പറഞ്ഞു എനിക്ക് ആരും ഇല്ലെന്ന്? എനിക്ക് വേണ്ടപ്പെട്ടവരും ഞാൻ വെറുക്കുന്നവരും ഈ ലോകത്തുണ്ടെന്ന കാര്യം പറയുമ്പോൾ ജാനകി അനാഥ ആയതുകൊണ്ട് അമ്മയെ എന്ന് വിളിച്ച് കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് ഈ രാധാമണി അമ്മയോട് അപർണ പറയാം. അതുകൊണ്ട് തന്നെയാണ് ജാനകി ഇല്ലാത്ത നേരം നോക്കിയുള്ള നിങ്ങളുടെ ഈ കറക്കം എവിടേക്കാണെന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പം രാധാമണിയമ്മ ഇങ്ങനെ നോക്കി. സത്യം പറ, ജാനകി തരുന്ന പണം ആർക്കോ കൊടുക്കാനല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് പോയത് എന്ന് അപർണ ചോദിക്കുക. എന്നിട്ട് എത്ര കൊടുത്തു? അപ്പോൾ കൊടുക്കേണ്ട രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് വാങ്ങിയ ആൾ തൃപ്തനല്ല എങ്കിൽ പലിശ ചേർത്ത് വീണ്ടും കൊടുക്കാനും ഞാൻ തയ്യാറാണെന്നൊക്കെ രാധാമണി അമ്മ ഇവളോട് പറഞ്ഞു. ആർക്കാ കൊടുത്തത്, എന്താ കൊടുത്തതെന്നൊക്കെ മോൾ വഴിയേ അറിഞ്ഞോളും. അതിന് അല്പസമയം കൂടി ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞ് രാധാമണി അമ്മ അങ്ങ് പോകുമ്പോൾ ഒന്നവിടെ നിന്നേന്നും പറഞ്ഞ് പിന്നെയും ചൊറിയാൻ ചെല്ലുക. മുനവെച്ച് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ചോദിച്ചു ഈ അപർണ. പറഞ്ഞത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടാണല്ലോ മുനയുണ്ട് എന്ന് നിനക്ക് മനസ്സിലായത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രാധാമണിയമ്മ അകത്തേക്ക് കയറിപ്പോയി. അപർണയെ നേരത്തെയും കലി കയറി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇനി ഒരു നിമിഷം ഇവരെ നിർത്താൻ പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ പരമസാധുവായിട്ട് അഭിനയിക്കുക ഇവരെന്നൊക്കെ പറയുമ്പം അതേടി അത് കേട്ടിട്ട് അതേടി നീ എന്താടി എന്നെപ്പറ്റി കരുതിയതെന്ന് രാധാമണി അമ്മ ഈ അപർണയോട് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ അടുക്കളപ്പണിക്കാരിയാണെന്നാണോ നീ എന്നെപ്പറ്റി കരുതി വെച്ചിരിക്കുന്നത്? നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഈ ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഈ കഥയിലെ നായിക ഞാനാടി, രാധാമണി വാരസ്യാരെന്നും പറഞ്ഞ് നമ്മുടെ രാധാമണിയമ്മ അങ്ങ് കയറിപ്പോയി. അവളെ അവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അപർണ ഇങ്ങനെ ചൂളി ഇങ്ങനെ നിൽക്കുവാണ്. അതായത് അന്ന് രാധാമണിയമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പിന്നെയും എനിക്കിത് ഓർക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ജാനകിയും അമലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുക. അപ്പോഴേക്കും അഭിയെ തുറന്നു വിട്ടു. അഭി പെട്ടെന്ന് വന്നു കേട്ടോ. അഭിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ അഭിയേട്ടാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ജാനകി കെട്ടിപ്പിടിച്ചു. നിരഞ്ജനയുണ്ട് കൂടത്തിൽ, അതുപോലെ സക്കീർബായും ഒക്കെയുണ്ട് കൂടത്തിൽ. ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ അവർ നിൽക്കുക. ഇവരുടെ ആ ഒരു സന്തോഷം, അതായത് ജാനകിയുടെ സന്തോഷം കണ്ടിട്ട്. അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ CI നിരഞ്ജനടുത്തെ രാവിലെ വിളിച്ചായിരുന്നു എന്ന കാര്യം പറഞ്ഞു. ഭാഗ്യത്തിന് DYSP ഉണ്ടായില്ല, അല്ലെങ്കിൽ രണ്ടുപേരെയും കോടതിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞേനെന്നുള്ള കാര്യം നിരഞ്ജന പറയുക കേട്ടോ. പിന്നെ സക്കീർബായി എങ്കിലും കൺട്രോൾ പാലിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞപ്പം അത്രയ്ക്ക് എനിക്ക് വേദനയുണ്ട് നിരഞ്ജനെ. ഇന്നലെ രാത്രി ഒരു തെറ്റും ചെയ്യാത്ത അഭിയെ ആ സ്ത്രീ ലോക്കപ്പിൽ കിടത്തിയില്ലേ എന്ന് സക്കീർബായി ചോദിക്കുക. ഒരു വള്ളി എൻ്റെ കാലിലും തടയും എന്ന് സക്കീർബായി പറയുമ്പം ഇനി ഇതൊരു വിഷയം ആക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു നിരഞ്ജന. ഇതിനൊക്കെ കാരണക്കാരി അവരല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോകാം അഭിയേട്ടാ, മോളോടും അമ്മയോടും ഒന്നും വിളിച്ചു പറയാതെ ഞാൻ വന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ പോയിക്കോ, എനിക്കൊരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ശരിയെന്നാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കീർബായി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സക്കീർബായി പോയി കഴിഞ്ഞപ്പോൾ
അബിയേട്ടൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അബിയേട്ടനെ റിമാൻഡ് ചെയ്തു എന്ന വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ അബിയേട്ടനുമായിട്ട് ചെന്നിറങ്ങാൻ മനസ്സ് വെമ്പുകയാണ് എൻ്റെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേ വരുന്നു അടുത്തയാൾ അങ്ങോട്ടേക്ക് കയറി. അപ്പോൾ അവർ വരുന്നത് കണ്ട് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ നോക്കുക കേട്ടോ. നിരഞ്ജന നോക്കുമ്പോൾ ഞെട്ടലോടെ അബിയേട്ട ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഹലോ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് അവരെ വിളിച്ചു കേട്ടോ. അപ്പോൾ ദേ ഇവരിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ജാനുവിൻ്റെ അടുത്തേക്ക് ആളെ മനസ്സിലായില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ആരാ? ഇതാണ് സേൻ എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്കും ജാനകി ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കുക. വാദി എത്തിയപ്പോഴേക്കും പ്രതികൾ ചാടിപ്പോയല്ലോ. സംശയിക്കണ്ട, ഈ നിൽക്കുന്ന ആളാണ് അഭിറാമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക ജാനകി. CI വിളിപ്പിച്ചിട്ടാണ് വന്നതെന്ന് മനസ്സിലായി. നിങ്ങളുടെ ഭർത്താവിനെ ആരും കൊന്നതൊന്നുമല്ല, അയാൾ ആത്മഹത്യ ചെയ്തത് തന്നെയാണ്. ഷോപ്പിൽ നിന്നും തൂങ്ങി മരിക്കാനുള്ള കയറ് വാങ്ങുന്നതിൻ്റെ ഡിജിറ്റൽ തെളിവ് വരെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ നോക്കിയതെന്ന് ജാനകി അവരോട് അന്നേരം ചോദിക്കുക. നിങ്ങളുടെ ഭർത്താവ് എന്നോട് ചെയ്ത തെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പരസ്യമായി പറഞ്ഞതോ എന്ന് ആ പുള്ളിക്കാരി അന്നേരം അവിടെ നിന്ന് ജാനകിയോട് ചോദിക്കാം. ആ മനുഷ്യൻ്റെ പേരിൽ നിങ്ങൾ കള്ളക്കേസ് കൊടുത്തതോ എന്നൊക്കെ ചോദിക്കുക. നാക്കിന് നല്ല നീളമുള്ള ആളാണ്. ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതിന് അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരി കിടക്കുന്ന ആൾ കളിക്കുക കേട്ടോ. അതായത് സേനൻ്റെ ഭാര്യ. അപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതൊന്നും അല്ലേ ചേച്ചി, പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞു നമ്മുടെ അമൽ. ഭർത്താവിനെ ആരും കൊന്നതല്ല എന്ന് കരുതി ചേച്ചിക്ക് ആശ്വസിക്കാം. വിശദമായി പോലീസ് എല്ലാം ചേച്ചിക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ചിലത് കൂടി കേട്ടിട്ട് പോയാൽ മതി എന്ന് ജാനകി അന്നേരം പറഞ്ഞു. തമ്പിക്കെതിരെ ഞാൻ കൊടുത്ത കേസ് സത്യമായിരുന്നു. തമ്പി ആ സ്ത്രീയെ നശിപ്പിച്ചതാണ്. പണം വാങ്ങി നിങ്ങളുടെ ഭർത്താവ് അവരുടെ അച്ഛന് ജീവനോടെ കെട്ടിത്തൂക്കിയെന്ന കാര്യവും പറയുക. ഇതൊക്കെ നടന്ന സംഭവമാണെന്നും ജാനകി ആ പുള്ളിക്കാരോട് വിളിച്ചു പറയുക കേട്ടോ. തീർന്നില്ല, അയാൾ ചെയ്ത ദ്രോഹം, എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണെന്ന് ജാനകി അന്നേരം അവരോട് പറയാം. അതിനുള്ള തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞെന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു മുഴം കയറിൽ അയാൾ ജീവൻ ഒടുക്കിയതാണെന്നും നമ്മുടെ ജാനകി അവരോട് പറയാം. അവരന്നേരം തലകുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിങ്ങളെ ഇളക്കി വിട്ടത് തമ്പിയുടെ മകൾ അപർണയാണെന്നും ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. ഭർത്താവ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിങ്ങളുടെ മക്കളും കൂടി അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വേദന എനിക്കുള്ളൂ എന്നും പറഞ്ഞു. അപ്പം നിങ്ങളെ കൊണ്ട് വീണ്ടും പാപം ചെയ്യിപ്പിക്കാൻ വന്നവളോട് മുഖത്തടിക്കാനുള്ള ആത്മധൈര്യം കാണിക്കാൻ പറയുകയാണ് അമൽ അന്നേരം ഈ സ്ത്രീയോട്. സംശയിക്കേണ്ട, അപർണ എൻ്റെ ഭാര്യയാണെന്നും എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പറയാം. തമ്പി നിങ്ങളുടെ ഭർത്താവിനെ പാപത്തിൽ കൊണ്ട് തള്ളി, മകള് നിങ്ങളെയും കൊണ്ട് തള്ളിയെന്നും പറഞ്ഞ് അമലും ശരിക്കും അങ്ങ് കൊടുത്തു ഇവർക്കിട്ട്. അന്നേരം അമലെ മതിയെന്ന് പറഞ്ഞു. അബി വാ പോകാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങ് പോവുക. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തൊട്ടടുത്ത നിമിഷം ഇവർ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ മോനേന്നും പറഞ്ഞ് ഓടി ഇറങ്ങി ചെല്ലും. അതായത് രാധാമണി അമ്മ. പോലീസുകാർ നിന്നെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അവരൊരു സംശയത്തിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോയതാ. അബിയേട്ടൻ സംഭവ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായെന്നും പറഞ്ഞ് ഇവരെല്ലാം അമ്മയോട് പറയുന്നതും കേട്ടുകൊണ്ട് അപർണ ഇറങ്ങി വന്നു. പിന്നെ എങ്ങനെ ഓരോരുത്തർക്ക് അബിയേട്ടനെ കള്ളക്കേസ് കൊടുക്കാനാകുമെന്നും ജാനകി ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവള് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഈ അപർണ. അമലിവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അമലിവളെ തുറിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ജാനകിക്കും ഇത് മനസ്സിലായി. ജാനകി അന്നേരം ഇവർ രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ നോക്കുക. രാധാമണിയമ്മയും അന്നേരം ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മുടെ ആബി ഒരു ചിരിയും ചിരിച്ച് ഇവളെ ഒരു നോട്ടവും നോക്കി. ചിലരുടെ വ്യാമോഹം ഒന്നും നടന്നില്ല. അബിയേട്ടൻ അകത്ത് കിടക്കും എന്ന് കരുതിയവർക്കൊക്കെ ദിവാസ്വപ്നം മാത്രമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പം നീ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അത് വേണ്ട എന്ന് അപർണ അന്നേരം പറഞ്ഞു. ഇത് ഞാൻ കേട്ടു മടുത്തതാണെന്ന് പറയുമ്പം ആരാരെ കൊടുക്കാൻ നോക്കിയാലും സത്യം എന്നുള്ളതുണ്ട്. പിന്നെ കുറച്ച് നോവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അബി അന്നേരം പറഞ്ഞു. അതുകൊണ്ടുള്ള സംതൃപ്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. ഇവളങ്ങനെ ചൂളി നിൽക്കുക അവിടെ ഈ അപർണ. നീ കൈ കഴുകി പോകാനൊന്നും നോക്കണ്ട. അവനെ സേനൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സത്യമെല്ലാം ബോധ്യമായി. നീ അവരെ കാണാൻ പോയതും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതും ആ സ്ത്രീ പറഞ്ഞെന്ന കാര്യവും ജാനകി പറയുക. നിനക്കത് നിഷേധിക്കാനൊന്നും കഴിയില്ല എന്നും പറഞ്ഞു. ഇവളന്നേരം ഒരു കൂസലില്ലാതെ നിൽക്കുക ഈ അപർണ. നിഷേധിച്ചാൽ അവരെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇനി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് അമല് അപർണയോട് വീണ്ടും പറഞ്ഞു. പിന്നെ കൂടുതൽ നാണം കെടാതെ ഇറങ്ങി പോടി, നിന്റെ ഇവിടുത്തെ ജീവിതം അങ്ങ് തീർന്നു എന്നും നമ്മുടെ അമല് ഇവളോട് പറയാം. അതിന് നേരെ അബിയും ജാനകിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മയും ഇവരെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അന്നേരം ഇറങ്ങിപ്പോകാനല്ല ഞാൻ വന്നതെന്നും ഇവിടെ ജീവിക്കാനാണെന്ന് ഈ അപർണ പറയുക. നീ പറയുമ്പോൾ തീർന്നു പോകുന്നതല്ല അപർണയുടെ ജീവിതം എന്നിങ്ങനെ പറയുമ്പം അതങ്ങ് തമ്പിയുടെ വീട്ടിൽ മതിയെന്നും ഇത് അബിയുടെയും ജാനകിയുടെയും വീടാണെന്ന് അമലന്നേരം പറഞ്ഞു. അവരെ ദ്രോഹിച്ചിട്ട് നീ ഇവിടെ എങ്ങനെ ജീവിക്കൂടി എന്ന് ചോദിച്ചു. എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കൊണ്ടുവന്നെത്തിച്ചത് നിങ്ങൾ രണ്ടുപേരുമാണെന്ന് അപർണ പറയാം. അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചു. ഇവിടെ അവിടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കുക. അബിയും ജാനകിയും ഇത് കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല.
ഒരു ഭർത്താവാകാൻ യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരുത്തനെ എൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അപർണ ഇങ്ങനെ കിടന്ന് തുള്ളുവാട്ടോ. ജാനകിയും അഭി ഒന്നും മിണ്ടുന്നില്ല. അമലിനെ തരം താഴ്ത്തി സംസാരിക്കുക ഇവള്. അപ്പോൾ എന്നെ പടിയിറക്കി വിടാൻ നിങ്ങൾക്ക് 2 പേർക്കും കഴിയുമോ എന്ന് ചോദിച്ചു. എങ്കിൽ ഞാനതൊന്ന് കാണട്ടെ. അപ്പോൾ നിന്നെ വലിച്ചിറക്കി വിടാൻ ഞാൻ മതിയടി, അതിനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് അമല് പറഞ്ഞു. അന്നേരത്തേക്ക് അഭി അമലേ എന്ന് പറഞ്ഞു വിളിച്ചു. ഏട്ടനെതിരൊന്നും പറയരുത്, ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അമല് പറയുമ്പം അപർണെ നീ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പം നീ കേട്ടില്ലേടാ, നിനക്കിവിടെ ആരും ഒരു വിലയും തരുന്നില്ല എന്ന് ഇനിയെങ്കിലും നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് അപർണ അവിടെ നിന്ന് കയറിപ്പോണു. അപർണ അവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനും ഏട്ടത്തേക്കും അവളിവിടെ നിൽക്കുന്നതാണല്ലോ ഇഷ്ടം. എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞു നമ്മുടെ അമൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. എടാ അമലേന്ന് പറഞ്ഞു അഭി പിന്നാലെ ചെന്ന് അമലിനെ പിടിച്ചു. എടാ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ എടാ നിന്നോട് ഇവിടെ നിൽക്കാൻ ഞാനല്ലേ പറഞ്ഞത്, അപർണ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയടാന്ന് ചോദിച്ചു. നീ അതെന്താ ഓർക്കാത്തതെന്ന് ചോദിക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും അതിന് കഴിയുന്നില്ല? എൻ്റെ ചോദ്യം അതാണ്. ഇത് കുടുംബ വീടല്ല, അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും പേരിൽ എഴുതി വെച്ച വീടാണെന്നും ഈ വീട് നിങ്ങൾക്ക് 2 പേർക്കുള്ളതാണെന്നും അമൽ പറയുവാണ്. നിങ്ങൾക്ക് 2 പേർക്കും സ്വന്തമായും ഈ വീട്ടിൽ നിന്ന് പരസ്യമായി യുദ്ധം ചെയ്യുന്നത് ഏട്ടനെ കൊലക്കുറ്റത്തിന് വരെ അകത്താക്കാൻ അവൾ കരുക്കൾ നീക്കി. എന്നിട്ടും അവളെ നിങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കുന്നതിൻ്റെ കാരണം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പം അവൾ എൻ്റെ അനിയത്തി ആയതുകൊണ്ടാണെന്ന് അമൽ പറയരുത് എന്ന് ജാനകി അന്നേരം പറഞ്ഞു കേട്ടോ. എടാ അവൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ അതൊക്കെ സഹിക്കുന്നത് അവളൊരു വിഡ്ഢിയാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടല്ലേ എന്ന് അഭി അന്നേരം അമലിനോട് ചോദിച്ചു. പിന്നെ 1 സെക്കൻഡ് സമയം മതി, കാറ്റുപോയ ബലൂൺ പോലെ അവളെ നിലത്ത് വീഴ്ത്താനെന്ന കാര്യവും അഭി ഇങ്ങനെ അമലിനോട് പറയാം. ആരും അത് ചെയ്യാത്തതേ നിൻ്റെ ഈ ഏട്ടത്തെ ഓർത്ത് മാത്രമാണെന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞിങ്ങനെ അവൾ ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞ് അമലിനെ സമാധാനിപ്പിക്കുക അഭി. നമ്മളാരും പറയാതെ അവൾ സ്വന്തം അച്ഛനെന്ന വിഗ്രഹത്തെ തിരിച്ചറിയും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. ഏട്ടനോളം സഹനശക്തിയൊന്നും എനിക്കില്ല എന്നും എന്നോട് അവൾ കാണിച്ച അവഗണനയും പരിഹാസവും സഹിച്ചവനാണ് ഞാനെന്നും അവൾ സേനൻ്റെ ഭാര്യയെ മുന്നിൽ നിർത്തി ചെയ്തതൊക്കെ ഏട്ടന് നിസ്സാര കാര്യമാണോ എന്ന് അഭിയോട് ചോദിച്ചു അമൽ. എനിക്കതൊന്നും നിസ്സാര കാര്യമല്ല എന്നും പറഞ്ഞു. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല എന്നും പറഞ്ഞു നമ്മുടെ അമൽ ഇങ്ങനെ പറയാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആണിക്കല്ല് പിഴുതെടുക്കാനാണ് അവൾ വന്നിരിക്കുന്നത്, അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്കൊരു ഭാര്യയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഏട്ടൻ അതൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു. നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു വൈറസാണ് അവളെന്നും പറഞ്ഞ് അതിനെ ഒഴിവാക്കി വിട്ടേ പറ്റുള്ളെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം അമൽ പറയുക. അനിയത്തി എന്നുള്ളൊരു ചിന്ത ജാനേട്ടത്തിന് മനസ്സിലായി. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിരിക്കും. നാളെ അവൾ സത്യം തിരിച്ചറിയുമ്പോൾ ഹൃദയം പൊട്ടി കരയും എന്നല്ലേ നിങ്ങളൊക്കെ കരുതുന്നത്? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൾക്ക് ഇപ്പോഴുള്ളതിനേക്കാളും പക കൂടുകയുള്ളൂ എന്നും പറഞ്ഞു. അപ്പം അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലേ എന്ന് പറഞ്ഞു. അപ്പം നീ എന്തെല്ലാം പറഞ്ഞാലും അവളെ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കത്തില്ല എന്ന് അബി ഇങ്ങനെ പറയാം. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണെന്നും ഒറ്റക്കെട്ടായി നിർത്താനാണെന്നും പറഞ്ഞു. അതിനെനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഏട്ടനാകുവേടാ എന്നൊക്കെ അബി ഇങ്ങനെ അമലിനോട് ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടോ അമലിന് തല പെരുത്തി ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ദേ അവൾ എന്നോട് കാണിച്ച ദ്രോഹം എത്രത്തോളാണെന്ന് നിനക്കറിയില്ല, എന്നിട്ടും എനിക്ക് അവളെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ? യാചനയുമായിട്ട് ഞാൻ അവളുടെ മുന്നിൽ ചെന്നു എന്ന് പറയുന്നതായിരിക്കല്ലേടാ ശരി. കൂട്ടത്തിൽ ആരെയും തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ലടാ എന്ന് പറഞ്ഞു. അവൾ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടെന്നും പറഞ്ഞു. അപർണ എന്നോട് ചെയ്തതിൻ്റെ പേരിൽ പ്രതികാര മനോഭാവമായിട്ട് നീ പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നിന്നെ അവൾ ഒരു കാരണവശാലും ഒരു രീതിയിൽ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാകാൻ നിനക്ക് കഴിയാത്തതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന് പറയുമ്പം അത് തന്നെയാണ് എൻ്റെയും പ്രശ്നമെന്ന് പറഞ്ഞു അമൽ ജാനകിയോട്. അവൾ ആഗ്രഹിക്കുന്ന ഭർത്താവാകാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഭാര്യയാകാൻ അവൾക്കും കഴിയത്തില്ല എന്ന് അമലും പറഞ്ഞു. ഏട്ടനത് എന്തായാലും മനസ്സിലായല്ലോ. എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കുക. എൻ്റെ ജീവിതം ഞാൻ എന്തിനു നശിപ്പിക്കണമെന്ന് അമൽ ചോദിക്കുവാണ്. നിങ്ങൾക്ക് ഉത്തരവുണ്ടാകില്ലെന്നൊക്കെ എനിക്കറിയാം, എന്നാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് അമൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അമൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട, നീ വന്നേന്നും പറഞ്ഞുകൊണ്ട് അഭി ജാനകിയെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോഴേക്കും ജാനകി അഭിയേട്ടാ അതെ സേനൻ്റെ മരണം ആത്മഹത്യ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പം അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം എന്ന് അഭി ചോദിച്ചു. അത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയാം. സേനൻ കണ്ടത് അമ്മയായിരുന്നു എന്നും കേസിലെ മാപ്പസാക്ഷിയാകാനും കൂറുമാറാനുമാണ് തമ്പിയോട് അയാൾ പിണങ്ങി വന്നതെന്ന കാര്യം പറയുവാണ് ജാനകി. അമ്മ അയാളെ ശരിക്കും വിചാരണ ചെയ്തുവെന്നും പിന്നെ ഈ കേസ് മാത്രമല്ല അമ്മയുടെ അച്ഛനെ കൊന്നതിന് അയാളുടെ പേരിൽ മറ്റൊരു കേസിന് പോകുമെന്ന് അമ്മ പറഞ്ഞു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകി ഇന്ന് പറയുവാണ്.
അങ്ങനെ അമ്മ അയാളോട് പോയി കെട്ടി തൂങ്ങിച്ചാകുന്നതിന് വീട്ടുകാരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകി പറയണം. അപ്പം സേനൻ ഹോസ്പിറ്റലിൽ വന്നതിന് തെളിവുണ്ടെന്നൊക്കെ പറയുമ്പം ഒക്കെ DYSP വൈഗയ്ക്ക് ബോധ്യമായി കഴിഞ്ഞു, ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു എന്നൊക്കെ പറയുവാണ് ജാനകിയോട് അഭി. എന്നിട്ട് ജാനകിയും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നകുലനെയും ഇന്ദ്രജയും കേട്ടോ. അപ്പം നകുലൻ വന്നപ്പോൾ ഇന്ദ്രജ ചോദിക്കുക, നീ എന്താ പെട്ടെന്ന് മടങ്ങി വന്നതെന്ന്. എന്നെ ഗുരുജി വിളിച്ചായിരുന്നു, ഒരാഴ്ച അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നീ അത് കാര്യമാക്കാതെ പോന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പം ഇവിടെ ബിസിനസ് തുടങ്ങി വെച്ചിട്ട് ഞാൻ അയാളുടെ കീഴിൽ പോയി കിടക്കേണ്ട എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കാം. എന്നെ ഏട്ടത്തി മാറ്റി നിർത്തിയതാണോ ചോദിക്കാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അഭി സേനൻ്റെ മർഡർ കേസിൽപ്പെട്ട പോലീസ് കസ്റ്റഡിയിൽ പോയത് ആ സമയത്ത് ജാനകിക്ക് ഒരു സഹായത്തിന് എനിക്ക് അടുത്ത് കൂടായിരുന്നു എന്നൊക്കെ പറയുക ഇയാൾ. അങ്ങനെ ഒരു അവസരം ഏട്ടത്തിയായിട്ട് ഇല്ലാണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിന്റെ സഹായം സ്വീകരിക്കാനും മാത്രം ജാനകി ഒറ്റപ്പെട്ടു പോയിട്ടൊന്നും ഇല്ലായിരുന്നടാ എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുക. നിന്റെ എടുത്തുചാട്ടമല്ല, ആദ്യം വേണ്ടത് ആത്മനിയന്ത്രണമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി ഇത്രയും കാലമായിട്ട് എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? സത്യത്തിൽ സഹായിക്കാൻ വന്നതാണോ നിങ്ങൾ? ആണോ? നിങ്ങളൊരു സ്ത്രീയായ നിലയ്ക്ക് ജാനകി ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ ശ്രമിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രജയെ കുറ്റപ്പെടുത്തുമോ നകുലൻ. അപ്പം ഞാനത് ചെയ്തിട്ടില്ലെന്നാണ് നീ പറയുന്നതെന്ന് ഇന്ദ്രജ അന്നേരം നകുലനോട് ചോദിച്ചു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ജാനകിയെ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാക്കതെയൊക്കെ കുറേ പറഞ്ഞ് പിടിപ്പിക്കാം. നമ്മൾ രാധാമണി വാരസ്യാരുടെ ചികിത്സയ്ക്ക് വന്ന കഥ തൊട്ട് കണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നകുലനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.